നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന മൂവിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം മൂവിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കഥ തുടങ്ങുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. പിന്നെ നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് സുരാജ് വെഞ്ഞാറമൂട്, ജോർജ് ജോർജ്, പിന്നെ അതുപോലെ തന്നെ അലൻസിയർ ലെ ലോപ്പസ് ആണ്. പിന്നെ അതുപോലെ ഇവരെ കഥ തുടങ്ങുന്നത് ആശുപത്രിയിലാണ്. സുരാജ് വെഞ്ഞാറമൂട് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്ത് ലണ്ടനിലേക്ക് പോയി, ലണ്ടനിലാണ് സെറ്റിൽ ആകുന്നത്. പിന്നെ അമ്മ കോമ സ്റ്റേറ്റിലാകുമ്പോഴാണ് ആശുപത്രിയിലേക്കാണ് പിന്നെ സുരാജ് വെഞ്ഞാറമൂട് വരുന്നത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട സീൻ എന്ന് വെച്ചാല് ഗാർഗി ആനന്ദനും അതുപോലെ തന്നെ തോമസ് മാത്യുവും തമ്മിലുള്ള ഒരു പ്രണയ കഥയാണ്. എല്ലാവർക്കും അതായത് ഈ മൂവി കണ്ടവരുടെയൊക്കെ അഭിപ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോമസ് മാത്യുവും അതുപോലെ തന്നെ ഗാർഗി ആനന്ദ് തമ്മിലുള്ള ഒരു പ്രണയ കഥയാണ്. അതായത് ഏട്ടന്റെ മകളുമായിട്ട് അനുജന്റെ മകൻ ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്, അത് വീട്ടിൽ അറിയുന്നു, അങ്ങനെയൊക്കെയാണ് കഥ. അതുപോലെ തന്നെ ഇവരെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്ലൈമാക്സ് സീരിയൽ പോലെ നിർത്തിയിരിക്കണം. ക്ലൈമാക്സ് അതായത് തീരെ ഇഷ്ടപ്പെടാത്തൊരു ഭാഗം എന്താ വെച്ചാൽ ക്ലൈമാക്സ് പറഞ്ഞല്ലോ, ഒന്നാമതൊരു വൺ ടൈം മൂവിയാണ്. പിന്നെ ക്ലൈമാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽ പോലെ നിർത്തിയിരിക്കണം. അതായത് ഈ റിലേഷൻഷിപ്പ് വീട്ടിലിറങ്ങിയിട്ട് ഇവര് തമ്മിൽ അടിയായിട്ട്, ഏട്ടനും അനുജനും തമ്മിൽ അടിയായിട്ട് ഇവര് സുരാജ് വെഞ്ഞാറമൂട് തിരിച്ച് ലണ്ടനിലേക്ക് പോവാണ്. അങ്ങനെ പോണ വഴിക്കൽ വീണ്ടും ജോർജ് ജോർജ് വിളിക്കണം, അതായത് നടുവത്തെ അനിയൻ. അതായത് സുരാജിന്റെ നേരെയാട്ടെ, സുരാജ് ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഈ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഇവരും അമ്മ മരിച്ചിട്ടാണോ പോണതെന്നോ അല്ലെങ്കിൽ അവർ ഏട്ടനും തമ്മിലുള്ള കോംപ്രമൈസ് ആയിട്ട് പോവുകയാണോ എന്നുള്ളതൊന്നും ഈ ഒരു കഥയിൽ സൂചിപ്പിക്കുന്നില്ല. ഒരു സീരിയൽ പോലെ നിർത്തിയിരിക്കുകയാണ് ക്ലൈമാക്സ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവര് ജോലിക്ക് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അമ്മ മരിക്കാൻ വേണ്ടി കാത്തിരിക്കും. അതായത് ജോലി കാര്യങ്ങളൊക്കെ ലീവ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെയൊക്കെയാണ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമന്റ്, അതായത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു മൂവിയുടെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് നമ്മളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ, ജസ്റ്റ് ഫോളോ ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.